നമസ്കാരം. ഓർമ്മയിലെന്നും ഭരതൻ. നിരവധി സിനിമകൾ, കഥാപാത്രങ്ങൾ, ഈ സിനിമകളുടെ എല്ലാം പിന്നാമ്പുറ കഥകൾ, അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ, ഒരിക്കൽ കൂടി ഓർക്കുമ്പോൾ ഒരുപാട് സുഖമുള്ളതുമായ കാര്യങ്ങളിലൂടെയാണ് ഓർമ്മയിലെന്നും ഭരതൻ എന്ന പരമ്പര മുന്നിലേക്ക് പോകുന്നത്. ഓർമ്മയിലെന്നും ഭരതൻ രണ്ടാം ഭാഗം. ഇപ്പൊ പത്മരാജൻ ഭരതൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ ജയരാട്ട. പത്മരാജൻ ഭരതൻ കഴിഞ്ഞാല് MT വാസുദേവൻ നായർ സാർ ഭരതൻ കോമ്പിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ലോഹിതദാസ് സാർ ഭരതൻ സാർ എന്ന് പറയുന്നിടത്തും ഉണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും എല്ലാ കോമ്പിനേഷനുകളിലും ഗംഭീരമായിട്ടുള്ള സിനിമകളാണ്. നമ്മളിനി വീണ്ടും വന്ന മാളൂട്ടി എന്ന് പറയുന്ന ഒരു പടം, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടം ഹിറ്റാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പൊ ഇത്ര സൗകര്യങ്ങൾ, അന്ന് അത്രയും സാങ്കേതിക തികവിൽ മാളൂട്ടി പോലൊരു പടം ഒരുക്കിയിരിക്കുന്നു. പാഥേയം എന്ന് പറയുന്ന നേരത്തെ സാറ് പറഞ്ഞ നമ്മുടെ MDR സാർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, മലയാളത്തിൽ വയലാറ് പോലെയാണ് ഭരതേട്ടൻ എന്ന് പറഞ്ഞല്ലോ. ഭരതേട്ടൻ എന്ന സംവിധായകനെ സ്പർശിക്കാതെ, അദ്ദേഹത്തിന്റെ സ്വാധീനമില്ലാതെ മലയാളത്തിൽ ഒരു ചലച്ചിത്ര പരീക്ഷണവും നടക്കില്ല. സത്യമാണ്, അതാണ് കോൺട്രിബ്യൂഷൻ. ഇവരെല്ലാം വളരെ ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവരും നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്ന പേരുകളെല്ലാം വളരെ ലെജൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ എന്നൊക്കെ പറയുന്ന വളരെ വലുതാണ്. പക്ഷെ ഞാൻ ഇതിനിടെ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇവർ തമ്മിലൊക്കെ ഓക്കെ, പക്ഷെ ഒരു പുതിയ നടൻ, അയാൾ 2-3 പടമായിട്ടുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ തന്നെ മഹാനായ MT വാസുദേവൻ നായരുടെ കയ്യിൽ നിന്നും പട്ടും വളയും വാങ്ങിച്ച ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പട്ടും വളയും കിട്ടിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് അറിയോ? ആ കഥ അറിയോ? അറിയില്ല. അത് വൈശാലിയിലെ രാമപാദന്റെ ക്ലൈമാക്സ് സീനിലെ സംഭവം ആ റോള് തന്നെ പട്ടുംവളയല്ല, ഇത് അതിനപ്പുറമുള്ളൊരു പട്ടുംവളയുണ്ട്. അല്ല, റോള് കിരീടമാണ്, പൊൻകിരീടം. മറ്റത് പട്ടും വളയും വരും. വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ ഒരു റോളൊക്കെ നമുക്ക് വന്നു ചേരുക. അത് തന്നെയല്ല പുള്ളിയുടെ മനസ്സിലുള്ള ഫ്രെയിമിന്റെ കാര്യം പറയുമ്പോഴാണ് ടോണുകൾ. ഇന്നൊക്കെയല്ല നമ്മൾ പല ടോണുകളും പിടിക്കുന്നത്. ഇത് അന്ന് പുള്ളി മധുവേട്ടനോട് പറഞ്ഞു, മധു എനിക്ക് 3 ടോൺ വേണം പടത്തിൽ. അത് ഒന്ന് വരൾച്ചയുടെ ടോൺ, ഒരു യെല്ലോ ടോൺ വേണം, പിന്നെ തേക്കടിയിലെ ആ പച്ച ഒരു ഗ്രീൻ വേണം, പിന്നെ അവസാനം മഴയുടെ ഒരു ടോൺ, അത് ബ്ലൂ വേണം. മധു നമുക്ക് ചെയ്യാം. ആ ഒരു ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത സമയം കേട്ടോ. അതെ അതെ അതെ, ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത, ഷൂട്ട് ചെയ്യുമ്പോഴേ പിടിച്ചോണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇത് പറ. പട്ടുംവളയും അതെ, ഈ സംഭവം പറയാം. അപ്പോൾ ഒരു 20 ദിവസത്തെ ഷെഡ്യൂളായിരുന്നു ആ കൊട്ടാരത്തിൻ്റെ സംഭവങ്ങൾ മുഴുവൻ. 20 days അവർ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഈ 20 days ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വേഷമൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ഭരതേട്ടൻ എന്നോട് പറയും, അത് നീ ആരും പറയുന്നത് കേട്ടോ, നീ അങ്ങോട്ട് ചെയ്യേ, 2-3 പ്രാവശ്യം നടന്ന് കാണിക്കാനൊക്കെ പറയും. അതൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പം MT ഒന്നും മിണ്ടുന്നില്ല, MT സാർ ഒന്നും മിണ്ടുന്നില്ല. ഈ പുള്ളിയെ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. ഇത്രയും വലിയൊരു മഹാനായ ഒരു മനുഷ്യൻ, എഴുത്തുകാരൻ ഇങ്ങനെ നിൽക്കും, പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ മീശ ഇങ്ങനെ നോക്കും. ഏത് നോട്ടം കാണുമ്പോഴും നമ്മുടെ കംപ്ലീറ്റ് ഗ്യാസ് പോകും. അപ്പോൾ ഈ ഓരോ സീൻ എടുക്കുമ്പോഴും MT സാർ ഈ ക്യാമറയുടെ പുറകെ വന്നിരിക്കും. അപ്പം ഞാൻ എൻ്റെ പോലെ ഈ മനുഷ്യനെ ഒന്ന് പറഞ്ഞു വിടെ, എനിക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാമല്ലോ. പുള്ളി അവിടെ നിൽക്കും, ഇങ്ങനെ നിൽക്കും, ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ 20ാമത്തെ ദിവസം 20 days ഒരു ഗുഡ് മോർണിംഗ്, ഒരു ചിരിയോ ഒന്നും എൻ്റെ അടുക്കലില്ല. നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മളൊരു പുതിയ ഒരാൾ വന്നു. 20ാമത്തെ ദിവസം നമ്മൾ ക്ലൈമാക്സ് എടുക്കുകയാണ്. അപ്പം മഴ പെയ്തു. അപ്പം ഈ ആർട്ടിഫിഷ്യൽ മഴയുടെ കൂട്ടത്തിൽ ഒറിജിനൽ മഴയും കൂടെ പെയ്തു. അപ്പോഴത്തേന് വൈകിട്ട് ഒരു 6 മണിയായി, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. ആ ഷോട്ട് എടുത്ത് അന്ന് ഷൂട്ടിങ് കഴിയാം. മൈസൂർ ഒറിജിനൽ മഴ പെയ്യാന്ന് പറഞ്ഞ ഈ യാഗത്തിന്റെ നമ്മളൊരു സോമയാഗം നടത്തുന്നതിന്റെ എല്ലാ തരത്തിലുള്ള കൂട്ടുകളും ചേർത്തുകൊണ്ടാണ് അവിടെ യാഗം നടത്തി. ഒറിജിനൽ യാഗാണ് അത്. ശരിക്കും അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ആ ഡിവൈൻ പവർ അല്ലേ തന്നെ. മൈസൂരൊക്കെ തണുപ്പാട്ടോ, ഇത് വിത്തൗട്ട് ഷർട്ടാ. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ ഡയലോഗ് വന്നു 6 മണിയായി, കാരണം അന്ന് ഷൂട്ടിങ് തീർക്കണം, പിന്നെ നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് ഇല്ല, എല്ലാം പാക്കപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് തീരുമെന്നാണ് എല്ലാവരുടെയും ഉദാഹരണം. അപ്പോൾ അവസാനത്തെ ഡയലോഗ് ഈ രാജ്യവും രാജകുമാരി എല്ലാം ഋഷിശൃംഖല സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഡയലോഗ് ഇങ്ങനെ നെടുനീളം കൊണ്ട് പറയണം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുനിയാൻ പാടില്ല, വളയാൻ പാടില്ല, ഇങ്ങനെ നോണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തെ ഈ തണുപ്പ് കാരണം കൊണ്ട് ഈ രാജ്യത്തെയും 5 ടേക്കായി 6 ടേക്കായി ലൈറ്റ് പോകുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് എല്ലാവർക്കും ടെൻഷനായി. അപ്പോഴത്തേന് ഞാൻ പിന്നെ എന്തായാലും ബ്രദറും പറഞ്ഞാടാ, നീ ഒരു 1 minute ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേന് പുറയുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ തട്ടി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് MT സാർ പുറയുക. ഞാൻ എൻ്റെ അമ്മ അവിടെ നിന്നാൾ ഇവിടെ വന്നോ, ഇതെങ്ങനെ എത്തി പുറയുക. അപ്പം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു.
അപ്പോൾ ഞാനിങ്ങനെ കൈ കിടക്കിടന്ന് നോക്കിയാൽ പുള്ളിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് റം ഇരിക്കുക. എന്നിട്ട് അടുത്ത ആക്ഷൻ അപ്പോഴും ഡയലോഗ് ഇല്ല. ഇല്ല, അതായത് റമ്മ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ആരെ പിടിച്ച ഊര് കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുക. അന്നേരം മേടിച്ചു കംപ്ലീറ്റ് ആൾക്കാർ നിൽക്കല്ലേ. അതായത് രാജ്യത്തിനും രാജാവിനും വെള്ളം കിട്ടി അന്നത്തെ. രാജാവ് അത്രയും ദിവസം വെള്ളം അടിക്കാതിരിക്കുകയായിരുന്നു. ഫയർ എഞ്ചിന് വെള്ളമടി, രാജാവ് വെള്ളമടി, ഒറിജിനൽ വെള്ളവടി. ഓ അതന്നെ പറഞ്ഞത്, മറ്റേ ഞാൻ അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതെ, അപ്പോൾ അടിച്ച് കറക്റ്റായിട്ട് ഡയലോഗും പറയും. അപ്പോൾ ഓരോരുത്തരുടെ സമയോചിതമായ കേട്ടാ ഇടപെട്ട ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഫുള്ള്. ആ അതിൽ റമ്മ് കൊടുക്കുവാണേലും പറയല്ലേ. MT സാറ് റമ്മ് കൊടുത്ത് പറയിച്ച് ഡയലോഗ് ചേരായിട്ടും വെറുതെ അല്ല, പറയാൻ പറ്റുമോ? ലോകത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആ കൈകളിൽ നിന്ന്. കാതോട് കാതോരം ചെയ്യുമ്പം അതിന്റെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വരികയാണ്, ചെയ്യുകയാണ്. അതിലാദ്യം കമ്പോസ് ചെയ്തത് ഏതാണ്? ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ ചെയ്ത പാട്ട് നീയൻ സർഗ സൗന്ദര്യം. ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇത് പാട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആരവം തൊട്ട് ഈണം തൊട്ടുള്ള ബന്ധമുണ്ട്. അപ്പം ഇത് ഇങ്ങനെ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇത് കഥ എനിക്ക് അറിഞ്ഞുകൂടാ, ആരാണ് അഭിനയിക്കുന്നത് അറിഞ്ഞുകൂടാ, പടത്തിൻ്റെ പേര് മാത്രം കാതോട് കാതോരെന്നറിയാം. അങ്ങനെ ശരി എന്ന് പറഞ്ഞു. അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ വേവലാതി ടെൻഷൻ അവിടെ പോയിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോകാം. പരിചയമില്ലല്ലോ എനിക്ക് സംഗീത സംവിധാനത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാനപ്പോൾ പാടാനും അറിഞ്ഞുകൂടാ. പാടാൻ മീൻസ് പാട്ട് പാടും, ലിറിക്സ് ഉണ്ടെങ്കിൽ പാടും. ഇത് ലിറിക്സ് ഇല്ലല്ലോ, എന്ത് പാടും അറിഞ്ഞൂടാ. അപ്പം നേരെ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടല്ലോ അന്നെന്നൊക്കെ പറഞ്ഞാൽ പറന്ന് വയലിൻ വായിച്ച് നടക്കുന്ന കാലം. ഞാനുണ്ട് നമ്മുടെ പഴയ ഗിറ്റാറിസ്റ്റ് പിന്നെ മരിച്ചുപോയി ജോൺ ആൻ്റണി. പുള്ളിയോട് പറഞ്ഞു ഗിറ്റാർ വായിക്കാൻ. പുള്ളിയുടെ ഒരു ഗിറ്റാറും ഇതും ഒരു ചെറിയ ചുവന്ന ടേപ്പ് റെക്കോർഡറിൽ ഒരു ട്യൂൺ വായിച്ചു. അതാണ് നീയൻ സർഗ സൗന്ദര്യത്തിന്റെ ട്യൂണാണ് വയലിൽ വായിച്ചത്. അതെ, അതിലോട്ട് കടക്കണം. അതിലോട്ട് കടക്കാം. അത് കേൾക്കാതെ മുന്നിലേക്ക് ഒരടി നമുക്ക് നീങ്ങാൻ പറ്റില്ല. റെഡി ആയിക്കോട്ടെ. അതെ, അത് ONV സാറ് കവിത എഴുതി തന്നിട്ട് ട്യൂൺ ചെയ്തു. അങ്ങനെ അല്ല, ആദ്യം ട്യൂൺ ഉണ്ടാക്കി. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ലതിക ചേച്ചി പാട്ടുകാരി വരുന്നത് അത് കാതോട് കാതോരം അതിൽ തന്നെ അതെ അതെ ആദ്യമായിട്ടല്ല. അവർ അതിനു മുമ്പ് എന്തൊക്കെയോ പാടിയിട്ടുണ്ട്. പക്ഷെ അവർ ഫേമസ് ആയത് കാതോട് 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 എന്ന് പറയുന്ന പാട്ടിലാണ്. നമുക്ക് നീയൻ സർഗ ഒരു വരി ഞാൻ കാരണം അത് ആ വയലിനിൽ വായിച്ചതൊക്കെ ഒരു നിമിത്തമാണ്. അതാണ് വയലിനിൽ വായിക്കുക, അത് വയലിനിൽ വായിക്കേണ്ട പാട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ ഗതി കേട്ടിട്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. ചരിത്രങ്ങളാണല്ലേ. ഞാൻ അന്ന് വായിക്കുന്നത്. അപ്പൊ ജോൺ ആന്റണി എൻ്റെ ഭാര്യയുണ്ട്, കേട്ട് കുഴപ്പമില്ല വയലിനിലേക്കൊരു ട്യൂൺ. ഇതുകൊണ്ട് ഭരതേട്ടന് കൊടുക്കുന്നു. 2 മാസം 2-3 അല്ല 6 മാസത്തേക്കൊരു വിവരമില്ല. അപ്പൊ ഞാനത് പോയി എന്ന് വിചാരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസിന് കുറച്ച് ഡിലേ വന്നതാണ്. വിളിച്ചിട്ട് പറഞ്ഞു പാട്ട് കമ്പോസിങ്ങിന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ മോഹൻ, 7 ആർട്സ് മോഹൻ, പുള്ളിയുടെ വലിയ വിളിച്ച് പറഞ്ഞു ചെയ്യുന്നതാ. പറഞ്ഞു അടുത്ത പാട്ടെന്ന് പറയുന്നത്, അടുത്ത പാട്ട് കമ്പോസ്. അപ്പം ഞാൻ ആദ്യത്തെ പാട്ട് ഏതാ? അതന്ന് നീ വായിച്ച പാട്ട് തന്നെയല്ലേ അതിൻ്റെ പാട്ട്, അതിൻ്റെ അപ്പുറത്തേക്കൊരു പാട്ടില്ലടാ, അതാണ് പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. നീയൻ സർഗ സൗന്ദര്യം. അത് പിന്നീട് ONV സാർ വരികൾ എഴുതുകയൊക്കെ ചെയ്തു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് ഓർക്കാൻ വേണ്ടി. ഓർക്കല്ല, അല്ല ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഇതാണ് ശരിക്കും ഓർക്കസ്ട്ര. ഇതാണ് ഓർക്കസ്ട്ര. വായിക്കുകയാണ്. ഇത് ഓർക്കലല്ല, ഇത് ഓർക്കസ്ട്ര. ഇത് ഓർക്കസ്ട്രയാണ്. അതെ.
ആ, താങ്ക് യു. ഞാൻ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പം മമ്മൂക്ക പാട്ടുകാരനാണല്ലോ. അപ്പം ദേവദൂതര് പാടുന്നുണ്ടല്ലോ ഈ സിനിമയില്. അപ്പൊ അതിൽ ഒരു മൈക്ക് ഷെയർ ചെയ്താ പാടുന്നത്. ആട് മേയ്ക്കാൻ കൂടെ വരാം, ഇങ്ങനെ ഷെയർ ചെയ്ത് പാടുന്നുണ്ട്. അപ്പൊ പള്ളിയിലൊക്കെ ചിലപ്പോൾ ഒരു മൈക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു സിനിമയിൽ വേണമെങ്കിൽ 2 3 മൈക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിങ്ങനെ മമ്മൂക്കയോട് ഒരിക്കൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് ഈ കാതോട് കാതോരത്തില് പള്ളിക്കോറിൽ ഒരു മൈക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. പല പള്ളിക്കും ഒരു സ്പീക്കറും ഒരു മൈക്കും ഒക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ഇത് ചെയ്തത്. കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്നിങ്ങനെ ഒരു ചിരിയിരിച്ച്. ഞാനിതാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചിരിച്ചു? പറയാല്ല, അന്ന് ഭരതൻ എന്റെയും ഹീറോയിന്റെയും ശ്വാസം ഒന്നാകുന്നു. ഒരു മൈക്കിൽ അടുത്ത് നിന്ന് പാടുമ്പോൾ ഈ ഒരു ശ്വാസമാണ് രണ്ടുപേരും വലിക്കുന്നത് എന്നുള്ള പോലെയൊക്കെ സങ്കല്പിച്ചിട്ടാണ് ഒരു മൈക്ക് പാടിച്ചത്. നീ ഇപ്പൊ ഇരുന്ന് പള്ളിക്കോറിന് ഒരു മൈക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാ എന്തെവിടെ എത്തി എന്നും പറഞ്ഞ അതിന്റെ ഫീലും അതാണ്. ഞങ്ങളിപ്പോ ഈ മറ്റേ പള്ളിക്കോയറിലും ഗാനമേളകളിലൊക്കെ പാടുമ്പോ രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ പ്രണയത്തിന്റെയും റൊമാൻറ്റിക് മൂഡ് അത് ഷെയർ ചെയ്യുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒരേ മൈക്ക് പാടി ആ ശ്വാസം ആ മൈക്ക് സ്വീകരിച്ചിട്ട് അതേ മൈക്ക് തിരിച്ചു വാങ്ങിച്ച് പാടുമ്പോ കിട്ടുന്ന ഒരു അതൊക്കെ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഡയറക്ടർ. അന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും ഇതിങ്ങനെ അളന്നളന്നാണ് പോയിട്ടുള്ളതെന്നുള്ളത് വലിയ അത്ഭുതമാണ്. അത് പ്രണയം, അതിന്റെ നഷ്ടപ്രണയം എന്ന് പറയുന്നതെല്ലാം വളരെ ഭംഗിയായിട്ട്, ഇപ്പം അമരമെടുത്താൽ ഒരു നഷ്ടപ്രണയം അതിന്റെ അകത്ത് കിടപ്പുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ളൊരു നഷ്ടപ്രണയം അതിനകത്ത്. എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ എന്ന് പറയുന്നത് തന്നെ ആ ബന്ധമാണ്. ആ അച്ചൂട്ടിക്ക് ആ ചിത്രയുടെ ക്യാരക്ടറിനോടുള്ള ഒരു പ്രണയമാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ എടുത്താൽ ദേവരാഗത്തിലെത്തിയാല്, ദേവരാഗത്തില് അതിന്റെ ഈ ശൗണ്ടിച്ചോറ് ഉണ്ണാൻ വരുന്ന സീനുകളിലോട്ടൊക്കെ എത്തുന്ന ഒരു സ്ഥലത്തേക്ക് അന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വലിയ പ്രണയത്തിന്റെ, തീവ്രമായൊരു പ്രണയത്തിന്റെ നഷ്ടം അതിനകത്തുണ്ട്. അതിന്റെ വരികളുടെ ഒരു എഴുത്ത് എങ്ങനെയായിരുന്നു? അതിലിരിപ്പൊക്കെ എന്താ? AVM ജിയിൽ വെച്ചാണ് ഇതിന്റെ വർക്ക് നടക്കുന്നത്. അപ്പൊ യൂഷ്വലി ജോൺസൺ ആണല്ലോ ഇദ്ദേഹത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ജോൺസൺ അല്ല ഇത്തവണ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. ദേവരായ മാഷാണോ എന്ന് വിചാരിച്ചു. പിന്നെ ദേവരാഗമാണല്ലോ സംഭവം. അപ്പോൾ പുള്ളിയുടെ മറുപടി, അവനൊന്നുമല്ല, നീ ഇങ്ങ് പോര്. അപ്പോൾ ഈ വരുന്നയാൾ അത്ര പ്രാധാന്യമില്ലാത്ത ആളെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ചെന്നപ്പോൾ കറക്റ്റാണ്. ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നു, ഒരു സന്യാസി പോലെ. മ്യൂസിക് ഡയറക്ടറാണ്. ഭരതേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. AVM G ആണ്. തൊട്ടപ്പുറത്ത് ജോൺസന്റെ സാക്ഷ്യം എന്നുള്ള പടമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ആർക്കും അറിയാത്തൊരു രഹസ്യം കൂടാണത്. അത് ഞാനിവിടെ അമൃത TV മാത്രം പറയാൻ പോകുന്നു. ഞാൻ ഈ ദേവരാഗത്തിനും സാക്ഷ്യത്തിനും, ആകാശവാണി ജോലിയാണല്ലോ, ലീവില്ലല്ലോ, 2 ഒരുമിച്ചാണ് നമ്മൾ റെക്കോർഡിംഗ് പ്ലാൻ ചെയ്യുന്നത്. AVM Gയിൽ 7 പാട്ട് ചെയ്യണം. ആര്? ദേവരാഗത്തിന് വേണ്ടിയുള്ള ഭരതൻ്റെ കൂടെ. AVM Cയിൽ ജോൺസൺ തയ്യാറായിട്ടിരിക്കുന്നു. മോഹന് വേണ്ടി സാക്ഷ്യത്തിന് 3 പാട്ട്. ഇത് 3 അന്നുണ്ടാക്കണം. ഞാൻ തീവണ്ടിയിൽ അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വണ്ടിക്കകത്ത് വന്ന് കയറുന്ന ഒരു സാധാരണ മനുഷ്യൻ, ചെറുപ്പക്കാരൻ. അയാൾ വന്ന് എന്നോട് പറയുന്നു, സാർ ഇങ്ങനെ ഞാൻ പത്രത്തിലൊക്കെ കണ്ടു 2 പടത്തിന് ഒരുമിച്ച് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഭരതൻ്റെ പടത്തിലോ മോഹനൊരു വലിയ ആഗ്രഹമാണ് ഈ 2 പടങ്ങളും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്ക് ഒരു പാട്ട് എഴുതാനുള്ളൊരു പാട്ട് എഴുത്തുകാരനാണ്, ഒരു ചാൻസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി പറയാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പം തന്നെ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ഭരതേട്ടൻ അറിയാമല്ലോ, ഭരതേട്ട ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാ പാട്ടും ഞാൻ തന്നെ എഴുതണ്ട, ഒരു പാട്ട് നിൻ്റെ അമ്മാവനാണോ എഴുതാൻ പോകുന്നയാൾ? ഞാൻ പറഞ്ഞു അമ്മാവനല്ല. നിന്നോട് എഴുതാൻ പറഞ്ഞാൽ നീ എഴുതിയാൽ മതി, നോ റെക്കമെൻഡേഷൻ എന്നുള്ള അർത്ഥം വന്നു നിർത്തി. മോഹനാണ് ആ ചോദ്യത്തിൻ്റെ പ്രശ്നം ഒതുക്കുന്നില്ല. ഞാൻ അയാളോട് പറഞ്ഞു അത് ശരിയാവില്ല. അയാൾ നിരാശനായിട്ട് ദുഃഖിതനായിട്ട് അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്തു. ഞാൻ ഈ പാട്ടുകളൊക്കെ ചെയ്തു. ഈ ചോദിച്ചയാളിൻ്റെ പേരാണ് ഗിരീഷ് പുത്തഞ്ചേരി. ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം മോഹൻ്റെയും ഭരതൻ്റെയും പടത്തിന് എഴുതുക എന്നുള്ളതായിരുന്നു. ഭരതൻ നിരാകരിക്കാനുള്ള കാരണം, ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ, അവൻ തെലുങ്കനുമാണ്, മലയാളം അറിഞ്ഞുകൂടാ. ഇവനെ വെച്ച് ഡീൽ ചെയ്യുമ്പോൾ വേറൊരു പാട്ടെഴുത്തുകാരനെ കൂടെ കൊണ്ടുവന്നാനുള്ള ബുദ്ധിമുട്ടാണ് പുള്ളി ആലോചിച്ചത്. അങ്ങനെ ഗിരീഷിൻ്റെ ആ ചാൻസ് ആരോ തട്ടിക്കളഞ്ഞു. ഭരതേട്ടനല്ല, ആരോ തട്ടിക്കളഞ്ഞു. അതിന് ഗിരീഷ് എങ്ങനെ പ്രതികാരം വീട്ടിയെന്നറിയാമോ?
ഞാൻ ചെയ്യേണ്ട മോഹൻ്റെ ഒരു പടത്തിന് ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് അവാർഡ് മേടിച്ചു. ആ മോഹൻ്റെ ഒരു പടം അത് പോട്ടെ, അതിൻ്റെ ആ. ഇങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ AVM-Gയിൽ അവിടെ ചെന്നിരിക്കുന്നു. ഇരുന്ന് ഭരതം പറയുന്നു ഇതാണ് ആള്. അപ്പോൾ പുള്ളി എന്നെ തൊഴുതു. അപ്പോൾ തെലുങ്കൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക, എങ്ങനെ ഇത് ഡീൽ ചെയ്യുമെന്നുള്ളത്. ആദ്യ രോമഹർഷവും അങ്കുലീയ പുഷ്പവും എങ്ങനെയോ ഒരു വരി കിട്ടി, ഗുരുവായൂരപ്പം കൊണ്ട് തന്നതായിരിക്കും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഭരതന്. ഈ തെലുങ്കനും ഇഷ്ടമായി. മിക മലയാളം പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ, കുറച്ച് മലയാളം അറിയാവുന്നതിനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു വളരെ പുതിയ ചില പിള്ളേർ ഇത് ഡിജിറ്റലി കാണുവേ. ആ. ഈ തെലുങ്കൻ ബാഹുബലിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ കീരവാണിയാണ് കേട്ടോ. അല്ല ഓസ്കാർ ഓസ്കാർ അവാർഡ് കിട്ടിയ കീരവാണിയാണ് അവിടെ ഇരിക്കുന്ന തെലുങ്കൻ. ഓക്കെ, ഇനി പറഞ്ഞോളൂ. കീരവാണി എന്നുള്ള ആള് ഭരതനിലൂടെ പൊങ്ങി വന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ തെലുങ്കൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അപ്പോൾ ഈസി ആയിട്ട് എനിക്ക് ആദ്യ രോമഹർഷവും ഭരതന് വലിയ ഇഷ്ടമായി. രോമഹർഷം, ആ ആദ്യ രോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം സംഭവം നടക്കുന്നതേ. ആ ഊട്ടി ഏതോ ഒരു സ്ഥലത്ത് വിശദീകരിക്കണ്ട, അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ ട്യൂൺ കറക്റ്റായിട്ട് വരുന്നു. പിന്നെ പടപടാന്ന് ആ പാട്ടങ്ങ് തീരുകയാണ്. അടുത്ത പാട്ട് അതുപോലെ ഇന്ദ്രിയങ്ങളിൽ ശൈത്യ നീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത. ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത, മൂടൽ മഞ്ഞല നീട്ടിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. ശിശിരകാല അപ്പൊ പുള്ളി പ്രത്യേകം എന്നോട് പറയുന്നു, ഭരതേട്ടൻ ആ നിന്റെ മറ്റവനെ ഉദ്ദേശിച്ചല്ലോ എന്ന്. ഏത്? ആ വിരിഞ്ഞു മോഹനങ്ങൾ. ആ സത്യഭാമയായിട്ടുള്ള ബന്ധം പുള്ളിക്കറിയാം. ആ മോഹനല്ലല്ലോ, ആ ഇത് മോഹനങ്ങളല്ലേ. അതെ. അങ്ങനെ തമാശയുണ്ടായി. അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്. അടുത്ത പാട്ടിലേക്ക് ആ അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഓസ്കാറിനെ പുള്ളി ശരിയാക്കിയത്. കാരണം ആ പുള്ളി ട്യൂണും കൊണ്ടിരിക്കുന്നു, പാട്ട് ട്യൂൺ വരുന്നില്ല. ബ്രാഹ്മണ കല്യാണമാണ്. ആ ഈ കല്യാണം അവതരിപ്പിക്കേണ്ട ട്യൂൺ പുള്ളിക്ക് കിട്ടുന്നില്ല കീരവാണിക്ക്. ആ. കീരവാണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഭരതേട്ടനാണ് അക്ഷമ, 7 പാട്ടൊന്നും ഉണ്ടാക്കണം. ആ അപ്പുറത്ത് ഡേവിഡ് കാച്ചപ്പള്ളിയും മോഹനും. അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭരതേട്ടൻ ഇങ്ങനെ എണീറ്റിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മൗണ്ട് റോഡ് വരെ പോകാമെന്ന്. എന്നോട് ഉം. ഞാനും പുള്ളിയും കൂടെ മൗണ്ട് റോഡിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് പുള്ളി എന്നോട് പറയാണ്, എടാ അവൻ ആ കല്യാണം ശരിയാവാൻ തോന്നുന്നില്ല. അവിടെ വെച്ച് പറയാൻ പറ്റില്ല കീരവാണിയോട്. അതുകൊണ്ട് എന്നെ പുറത്തിറക്കി മൗണ്ട് റോഡിലേക്ക് ഇപ്പൊ വരും. അപ്പൊ വേറൊന്നും ഇതിനകത്ത് ഒരു നിർണായക ഘടകമുണ്ട്. വാസ്തവത്തിൽ കഷ്ടമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു നിർണായക ഘടകം കാറിന്റെ ബാക്കിൽ കിടപ്പുണ്ട്, അത് ഉറങ്ങുകയാണ്. എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് മണി ഷൊർണൂർ, അത് ഉറക്കമാണ്. ആ മണി ഷൊർണൂർ ഇസ് എ ബ്രാഹ്മിൻ, അതൊക്കെ പ്രധാനമാണ് ഇവിടെ. പുള്ളി ഇവിടെ ഉറങ്ങുന്നു. വണ്ടി ഇങ്ങനെ മൗണ്ട് റോഡിൽ 3 തവണ ഓടിക്കുന്നു. ഭരതേട്ടൻ പറഞ്ഞു, ട്യൂണൊന്നും ശരിയാവുന്നില്ലല്ലോ, എന്താ ചെയ്യവന്മാരുടെ കല്യാണം. അപ്പോൾ ഈ പുള്ളി ബ്രാഹ്മിൻ കല്യാണത്തെക്കുറിച്ച് വല്ല ഐഡിയ പോരാ. അപ്പോൾ ഈ ഒരുമാതിരി ഇൻസ്റ്റൻ്റായിട്ട് ഉണർന്നിട്ട് പുള്ളി പറയാണ്, അതെന്താ ഭരത ഒന്നുമില്ല, താഴമ്പൂ മുടി മുടിച്ചിട്ട് 18 മുഴം ചേല ഞൊറിഞ്ഞു കിട്ടും, പിന്നെ വെള്ളിക്കിട്ട് അണിഞ്ഞ് എന്ന് പറഞ്ഞാൽ അതിന് നിൽക്ക് പതുക്കെ പറഞ്ഞു അതിന്റെ order കുറിച്ചോളാൻ പറഞ്ഞു എന്നോട്. ആ അപ്പൊ ഞാൻ കാറിൽ ഇരുന്നിട്ട് താഴമ്പൂ മുടി മുടിച്ച് അത് പിന്നെ 18 മുഴ വലിയ വിശാലമായിട്ട് പറഞ്ഞ 18 മുഴ. അപ്പൊ ഞാൻ ബാക്കി മതി 18 മുഴം ചേല ഞൊറിഞ്ഞു കൊടുത്ത് പിന്നെന്താണ്, പിന്നെ ചിറ്റണിയും. വെള്ളിച്ച് അപ്പൊ ഭരതം വെറും ചുറ്റി വേണ്ട വെള്ളിച്ചിരി നോട്ടെ. അങ്ങനെ അവിടെ വെച്ച് ആ പാട്ടി റൗണ്ട് അടിച്ചു വന്നു. 18 മുഴഞ്ചെലഞ്ഞൊറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ്. ആഹാ, അടിപൊളി. എന്താണ് മൂക്കുത്തി അണിഞ്ഞ് സുജാ ചേച്ചി മകളൊരു സിന്ധുദേവി അപ്പം സാധാരണ ബ്രാഹ്മിൻസ് പോലും ഞെട്ടിപ്പോയി. MDR എങ്ങനെ ഇത് ഗംഭീരമായിട്ട് ആ കംപ്ലീറ്റ് സാധനം വരികയാണ്. ഇത് കൊണ്ടൊന്ന് മറ്റേ ആളിനെ ഏൽപ്പിക്കുന്നു. കാമപാഠ പുസ്തകം പുള്ളി റെഡിയായിട്ടിരിക്കുകയാണ്. പുള്ളി നോക്കുന്നു. പുള്ളി നോക്കിയിട്ട് താഴമ്പൂ. അപ്പം ഞാൻ താഴമ്പൂ മുടി മുടിച്ച്. അപ്പോൾ ഭരതേട്ടൻ കല്യാണത്തിൻ്റെ രീതിയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇൻസ്റ്റൻ്റായിട്ട് അവിടെ നിന്ന് ആലോചിച്ച് കുറേശ്ശെ ഭരതേട്ടൻ മൂളുന്നുണ്ട്. ശ്രദ്ധിച്ചത്. അങ്ങനെ ആ പാട്ടിന് റെഡിയാവുന്നു. ഇനിയും കിടക്കുന്നു പാട്ട്. വണ്ടുകള് കിടക്കുക യയ്യ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു യയ്യ എന്നുള്ള പാട്ടിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ പുള്ളി ഒരു ട്യൂൺ ഇങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചു പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ചൊല്ലണ്ട, തെലുങ്ക് വേണ്ട, മലയാളം മതി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ചൊല്ലി. അപ്പം ഞാൻ പറഞ്ഞു യയ്യ വേണോ ഭരതേട്ട, യയ്യ എന്നുള്ളത് മലയാളത്തിൽ? പുള്ളി പറഞ്ഞു വേണം,
കാരണം അവളെ ടീസ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞ പോലെ ആ, അതെ, അതെ. കൊഞ്ഞനം കുത്തുന്നതിനൊരു മലയാളമില്ല. ഗയ്യയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരുത്താം. ശ്രീദേവിയുടെ ചുണ്ടിലത് വന്നോളൂ, ഞാൻ വരുത്തിക്കോളാം. അങ്ങനെയാണ് യയ്യയ്യ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് തർക്കിച്ച സാധനം. എനിക്കറിയാം. ഉണ്ണികൃഷ്ണനും കെ എസ് ചിത്രയും പാടുന്നു. പാടുന്നു. ആ? ആ അതൊക്കെ ഗംഭീരമായിട്ട് അതങ്ങ് മാറുകയാണ്. വിഷയമില്ല. ആ. മാത്രമല്ല നമ്മുടെ ഈ ചെറുപ്പക്കാര് പിള്ളേരും പാടുന്ന പുതിയ സിനിമയില്. ആ അപ്പൊ ഈ പാട്ടുണ്ടായത് പെട്ടെന്നുണ്ടായി, ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്നതിന്റെ രീതി ആ. അവിടെ ഒക്കെ ഇന്റർഫിയറൻസ് ഓഫ് ദ ഡയറക്ടർ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ദ്വിഭാഷി വന്നിട്ട് പിന്നെ പുള്ളിക്ക് മലയാളം കുറേശ്ശെ പഠിച്ചു തുടങ്ങുന്നു ഭരതേട്ടൻ്റെ സഹവാസം കൊണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് പാട്ടുണ്ടായി. പുള്ളി അവിടെ പിന്നെ അവിടെ AVM ജീത്തൻ്റെ ഒരു ബാത്റൂം ഒക്കെ ഉണ്ട്. അപ്പോൾ ഭരതേട്ടൻ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഇഷ്ടമാവില്ല. നോർമലി എപ്പോഴും കയറി ഇൻസ്ട്രക്ഷൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ബാത്റൂമിൽ പോകും. ബാത്റൂം ഇനി ഭരതേട്ടൻ അങ്ങനെ ഒരു രോഗമില്ലല്ലോ, ബാത്റൂമിൽ പോകുന്ന ദിവസമല്ലേ. ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പുള്ളി അവിടെ പോയി. അവിടെ പോയിട്ട് പുള്ളി ഒരു സാധാരണ രീതി പാടുകയാണ്. ഇങ്ങനെ പാടുന്നത് ഇങ്ങ് പോന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഭരതേട്ടൻ ഇങ്ങനെ? അത് ഭാവിരാജൻ്റെ ഒരു പാട്ടാ പുള്ളി പാടി. പുള്ളി എന്നോട് പറയാ, അവൻ അതേ പിടിച്ചോളൂ, അവൻ അതേ പിടിച്ചോളൂ എന്ന്. കാരണം ഇത് ബാത്റൂമിൽ നിന്നുള്ള ഈ പാട്ട് പുള്ളിയും കേൾക്കുന്നുണ്ട്, കീരവാണിയും കേൾക്കുന്നുണ്ട്. അപ്പൊ കീരവാണി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അശരീര പോലെ ഈ സാധനം വന്ന് വീഴുന്നത്. ആ യമൻ കല്യാണി കല്യാണി ദേവപാദം തേടിടും സാലഭഞ്ജിക. ഉടനെ അവിടെ ജനിച്ചു വീഴുന്നു. തളിരിട്ട കീനാക്കൾ തൻ താമര. അത് ഭരതേട്ടൻ ഇട്ടുകൊടുത്തൊരു സാധനം എന്ന് വെച്ചാൽ മോഷണമല്ല, ഒരു സാധനം ഒരു മോട്ടിവേഷൻ. അതോടെ 7ാമത്തെ പാട്ട് അവിടെ തീർന്നു. ഇല്ലെങ്കിൽ എത്രയും പാട്ട് തീരില്ല അവിടെ. ദേവരാഗത്തിന്റെ പാട്ട് ഒറ്റ ദിവസം കൊണ്ട് തീരുകയാണ്. ശശികല ചാർത്തിയ ദീപാവലയല്ലേ? അതിനേക്കാൾ ഭീകരം അത്. ഭീകരോ എന്നുവെച്ചാല് അതിഭീകരം. നമ്മുടെ ജീവിതത്തില് ദീപാവലി വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു. സകല ഫേസ്ബുക്കിലും ദീപാവലി വന്നൊരു ഇതാണ്, നാഷണൽ ആന്തം പോലെ. തം തന്നെ നന്നം. ആ സമയത്ത് സ്കൂളിലും കോളേജിലും ഇതിന്റെ ഡാൻസ് യോഗ്യത ഡാൻസ് ചെയ്യാത്തതിന്റെ പേരിൽ 3 കുട്ടികളെ ഏതോ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ സമയത്ത്, ശശികല ചാർത്തിയത് ഇല്ലാത്തതിന്റെ പേരിൽ. അതുണ്ടായത് അത് ഒറിജിനലി അദ്ദേഹത്തിന്റെയാണ്. ഒറിജിനലി മീൻസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണ്. കീരവാണി അതിമനോഹരമായിട്ട് 3 മിനിറ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അത് ഭരതനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ആ തം തന്നെ. അതിനകത്ത് വേറൊരു തമാശ ഉണ്ടായി. അത് എനിക്ക് തോന്നുന്നു രാജാമണിയപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ തം തന്നെ പലരും പാടുന്നുണ്ട്. അപ്പോൾ ഭരതൻ പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്തു, ഇതിനകത്ത് പാടേണ്ട 2 ആർട്ടിസ്റ്റിലെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പ്ലേബാക്ക് സിംഗേഴ്സ് അല്ല, 2 കൊച്ചു പിള്ളേരാ, കുളന്തകള്. അപ്പൊ കുളന്തകൾ വന്നിട്ട് കിളവികളെ കാണുന്നില്ല. പുള്ളി പറയാ കിളവികളെ കൊണ്ടുവരുന്നത്. അവർ 2 കിളവികളെ കൊണ്ടുവന്നു. ഞാൻ ഉദ്ദേശിച്ചു കാപ്പി കൊണ്ടുവരാൻ വന്നവരാണ് സ്റ്റുഡിയോയിൽ. ആക്ച്വലി അവർ വോയിസ് കൊടുക്കാൻ വന്നതാണ്. അതിനകത്ത് 2 കൊച്ചു പിള്ളേര് തള്ളിയും പാടുന്നുണ്ട്. അപ്പൊ പിന്നെ ഭരതേട്ടൻ ആ കിളവിയുടെ വോയിസ് ശരിക്കും കേൾക്കുന്നില്ല. അവിടുത്തെ സ്വീപ്പർക്ക് പാട്ടറിയില്ലല്ലോ. അവരോട് ഈ കീരവാണി കണ്ണൊക്കെ കാണിച്ച് തെലുങ്കൊക്കെ പറഞ്ഞാ പാടിക്കുന്നത്. തെലുങ്കാകുമ്പോ തെറിയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവർ ആകപ്പെട്ട് കഷ്ടപ്പെട്ട് പാടുകയാണ്. തന്നെ കാണിച്ച് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവര് സ്ത്രീ പാടുന്നത്. അപ്പൊ പുള്ളി പറയാം കിളവികളുടെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന്, ആ ക്രൗഡിന്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ. അവിടേക്കാണ് ഡയറക്ടറുടെ ഒരു അല്ല അത് ഇതും കൂടെ പറഞ്ഞ നമുക്ക് അവസാനം. അതായത് ഈ കോറസ് പാടുമ്പോൾ ഇപ്പൊ കോറസ് ഫീൽ ചെയ്യാത്തത് എല്ലാം പാട്ട് പഠിച്ച ആൾക്കാർ ശ്രുതി നോക്കി വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടുന്നതുകൊണ്ട് നമുക്ക് കോറസ് ഫീൽ ചെയ്യില്ല. ഈ ദേവദൂതരെടുത്താലും ഇതിലൊക്കെ ഉള്ള കോറസുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പല ആളുകളിൽ നിന്ന് പാടുമ്പോൾ തന്നെയാണ്. ഇത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മെലഡൈൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പിടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വോയിസ് ആണ്. ഭരതൻ എന്ന ഏറ്റവും പ്രതിഭാതനായ സംവിധായകന്റെ ഓർമ്മകളിലേക്ക് ഒരുപാട് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജലജ. ഭരതേട്ടൻ വന്ന ചെന്നൈയിൽ വെച്ച് ഞാനൊരു ഫിലിം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു.
ഒരു പുതിയ പടം തുടങ്ങുകയാണ്, അതിൽ ജലജയ്ക്ക് പറ്റിയ ഒരു റോളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റ്സ് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഞാൻ വേറൊരു കമ്മിറ്റ് ചെയ്ത ഒരു പടമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ ഭരതേട്ടൻ്റെ പടത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ക്യാരക്ടറും ആയിരുന്നു. പടത്തിൻ്റെ പേര് മർമരം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ചെന്നൈ വെച്ച് തന്നെ ചേട്ടനെ കാണാൻ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നതെന്ന്, ചേട്ടൻ മർമരങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ്. അപ്പം എൻ്റെ ഓർമ്മയിൽ മർമരങ്ങൾ എന്നായിരുന്നു. അപ്പോൾ പറഞ്ഞ മർമരങ്ങളല്ല, മർമരം, അതെങ്ങനെ കഴിയാനാണ്? അത് ചോദിച്ചു എന്ത് പറ്റി? അപ്പോഴാണ് പറഞ്ഞത്, ഇല്ല അത് ജലജയ്ക്കുള്ള റോളല്ലേ, അപ്പം അത് ജലജയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അത് ഷൂട്ടിംഗ് തുടങ്ങിയില്ലേ? അല്ല അതിലെ വിചാരിച്ചിരുന്ന നായികയൊക്കെ വന്ന് അവർ ഷൂട്ടിംഗ് തുടങ്ങി, പക്ഷെ അവർക്ക് സുഖമില്ലാതായതുകൊണ്ട് അത് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം ഡേറ്റ്സ് എല്ലാം മാറി അങ്ങോട്ടേക്ക്. അപ്പം അടുത്ത ഡേറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി. അപ്പം നോക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എക്സാംസ് നടക്കുകയാണ്, BA ഫൈനൽസിൻ്റെ എക്സാംസ് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ എക്സാംസിൻ്റെ ടൈമാണല്ലോ. അപ്പോഴാണ് പറഞ്ഞ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലജയ്ക്ക് വന്നിരിക്കുന്നതാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. അങ്ങനെ ഞാൻ എൻ്റെ പരീക്ഷ സെപ്റ്റംബറിലേക്ക് ആക്കുകയും ചെയ്തു. ഈ വർക്കിന് ഞാൻ ഏപ്രിൽ മെയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ്, മാട്ടുപ്പെട്ടിയിൽ വെച്ചാണ്. അവിടെ വെച്ചിട്ട് ഈ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഞാൻ ചെയ്ത ഭരതേട്ടൻ്റെ പടം എന്ന് പറയുന്നത് ഒഴിവുകാലം. അതിലൊരു ചെറിയ വേഷമുള്ളെങ്കിലും പക്ഷെ അങ്ങനെയുള്ളൊരു പടത്തിലും കൂടെ ചെയ്യാൻ കഴിഞ്ഞു. നിരവധി സിനിമകൾ, കഥാസന്ദർഭങ്ങൾ, മുഹൂർത്തങ്ങൾ, പാട്ടുകൾ, അങ്ങനെ പലതവണ വീണ്ടും വീണ്ടും ഉയർന്നു വരികയും ആഘോഷിക്കുകയും ചെയ്ത ഒരുപാട് പാട്ടുകൾ പിറന്ന കഥകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അത്രയും വളരെ സന്തോഷം MD രാജേന്ദ്രൻ സാർ ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ പരമ്പരയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തതിന്. താങ്ക് യു വെരി മച്ച്. ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിൽ ഇനി ഒരാൾ കൂടി എത്തുകയാണ്. നമ്മൾ ഇത്രയും നേരം ഓർക്കുന്ന, നമുക്കിഷ്ടപ്പെടുന്ന ഭരതൻ എന്ന സംവിധായകന്റെ മകൻ, അഭിനേതാവ്, സംവിധായകൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിദ്ധാർത്ഥ ഭരതൻ. സിദ്ധു, ഒരിക്കൽ കൂടി സ്വാഗതം. സിദ്ധു നമ്മുടെ എപ്പിസോഡിൽ രണ്ടാമതാണ് വരുന്നത്. രണ്ടും വലിയ ലെജൻഡുകൾക്ക് വേണ്ടിയാണ്. KPSC ലളിത ചേച്ചി അമ്മ എപ്പിസോഡിൽ വന്നു. ഇപ്പം അച്ഛൻ ഭരതൻ സാറിന്റെ എപ്പിസോഡ്. അച്ഛന്റെ സിനിമകളിൽ പോയിട്ടുള്ള സെറ്റ് ഏതാണ് ആദ്യം ഓർമ്മയില്? ആദ്യം എനിക്ക് വലിയ അറിയില്ല അതിന്റെ ഓർഡർ. ആദ്യം ഞാൻ ഏതൊക്കെ പടത്തിൽ പോയിട്ടുണ്ടെന്ന് പറയാം, അതിന്റെ ക്രോണോളജിയിൽ വയ്ക്കാം. ദേവർമകന്റെ സെറ്റിൽ ആ ഡാം പൊളിയുന്ന മിനിയേച്ചർ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്യണത് വെള്ളം തെറിച്ച് വരുന്ന അത് കണ്ടിട്ടുണ്ട്. ചമയത്തില് രാഗദേവനം എന്ന് പറഞ്ഞ സോങ് ഷൂട്ട് ചെയ്യുന്നത്, അതില് മറ്റേ കുറെ അണ്ടർ വാട്ടർ സീക്വൻസ് പോലെ അന്ന് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുണ്ട്. വൈശാലിയുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, മറ്റേ ഇടുക്കി, വെങ്കലം. മിക്ക സെറ്റ്സിലും എനിക്ക് ദേവർമകനിലെ മിനിയേച്ചറും മറ്റേ സെറ്റ്സും ഏറ്റവും ആദ്യം ഓർമ്മയിൽ നിൽക്കുന്ന ഒരു, അതൊരു ടെക്നിക്കാണല്ലോ, ഒരു ഫിലിം മേക്കിംഗ് ഒരു സാധനത്തിന്റെ. സോ അതെപ്പോഴും ഫ്രഷ് ആണ്. വളരെ ചെറിയ, അല്ലെങ്കിൽ സിനിമ എന്താണ്, സിനിമാക്കാരൻ ആരാണ്, അച്ഛന്റെ വലിപ്പം എന്താണ് എന്നൊന്നും അറിയാത്ത സിദ്ധനെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമല്ലേ അച്ഛന്? ഫ്രീക്വന്റ് ആയിട്ട് വീട്ടില് കിട്ടാറുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ചിത്രം വരെ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പടം വരച്ചേറുള്ള പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വീട്ടില് പടം വരയ്ക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. അതായത് ശ്രീകുട്ടി എന്റെ ചേച്ചി, ഇപ്പൊ അവളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ശ്രീയുടെ അടുത്ത് അച്ഛൻ സ്പെസിഫിക്കലി പറയാറുണ്ട്, പാട്ട്, ഒരു പർട്ടിക്കുലർ ഒരു പാട്ട് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടണല്ലോ ആ പാട്ട്, ഒന്നില്ലെങ്കിൽ ആ പാട്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മൊണോലിസ പോലത്തെ പിയാത്ത എന്ന് പറയുന്ന ഒരു വേറൊരു ഒരു സ്കൾപ്ചർ ഉണ്ട്, അതിൻ്റെ ഒരു ഡ്രോയിങ്. ഇത് രണ്ടെണ്ണം ഏതെങ്കിലും നന്നായി ചെയ്യുന്ന ആരാണെങ്കിലും ഇവിടെ റിബൺ കെട്ടിയ ഒരു മോപ്പഡ് നിൽക്കുന്നതാണ് പറഞ്ഞത്. റിബൺ കെട്ടിയ സാധനം ഇവിടെ നിൽക്കും. അപ്പൊ ഞാൻ കുറച്ചാളൊക്കെ ട്രൈ ചെയ്തില്ല, ഇപ്പൊ കിട്ടിയാലോ മോപ്പഡ്. എനിക്ക് മനസ്സിലായി ഇത് നടക്കാൻ പോടില്ല. മോപ്പഡ് നമുക്ക് ആലോചിക്കാം. ശ്രീ പിന്നെ ട്രൈ ഉണ്ടായിരുന്നു, പക്ഷെ മോപ്പഡ്, റിബൺ കിട്ടിയ മോപ്പഡ് വന്നില്ല എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയാലേ ഉള്ളൂ. അത് ശ്രീയാണ് പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ എന്നെക്കാട്ടിലും. ചിത്രം വരയ്ക്കലായാലും പാട്ടുപാടലായാലും ഒക്കെ ഞാനത് മൂത്ത ആളല്ലേ, അവരെടുത്തോട്ടെ
ഞാൻ അവർക്ക് ഒഴിച്ചു കൊടുത്തത്. മാളൂട്ടിയെ കുറിച്ച് നമ്മൾ വീണ്ടും പറയേണ്ടതായിട്ടുണ്ട്. അന്ന് ആ ഒരു സിനിമ അന്ന് അത്രയും നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പം തേവർ മകന്റെ ഡാം പൊട്ടിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സാങ്കേതികത്വങ്ങൾ ഇത്രയും പരിമിതമായ ഒരു സമയത്ത് അതിനെ ഇത്രയും ഹോൾഡ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ മാളൂട്ടിയുടെ ഷൂട്ടിങ് ഞങ്ങളുടെ വീടിന്റെ പുറകില് നടത്തിയിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞു വീഴുന്നു അല്ല ഹോൾ. ആ ഹോള് ഒരു പോർഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ പോലെ. ആ. എന്നിട്ട് അതിന്റെ കുറച്ച് പാച്ച് എടുക്കണമായിരുന്നു. ആ. അപ്പൊ അത് നമ്മുടെ വീടിന്റെ പുറകിലാണ് ചെയ്തത്, ബാക്ക് യാർഡില്. ഓ. ഇത് മാത്രം കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ, അതിനായിട്ട് ലൈറ്റും വെച്ചാൽ. ആ. ഈ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ചെയ്യണത് നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ശ്രീകുട്ടിയൊക്കെ ഇങ്ങനെ എത്തി നോക്കി കാണുന്നുണ്ട്. ആ. അപ്പൊ അന്ന് ആ കുട്ടിക്ക് ഒരു ട്രോമ ഉണ്ടായി. ഒറിജിനൽ ഷൂട്ട് ചെയ്ത സമയത്ത് രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മഴവെള്ളം ഒലിച്ചു വരുന്നത് ഇവരെടുത്ത സമയത്ത് ഇവരെങ്ങാണ്ട് ഇച്ചിരി വെള്ളം നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു, രാത്രിയായിരുന്നു. അപ്പൊ കൊച്ചിന് തണുപ്പടിച്ചു, കൊച്ചിന് ട്രോമയായി. പിന്നെ അതിൽ ഇതിനകത്ത് ഇരുത്തുമ്പോൾ വേറെ റിയാക്ഷൻസ് എടുക്കുമ്പോൾ കൊച്ചു പറയണ വെള്ളം ഒഴിക്കല്ലേ പ്ലീസ്, വെള്ളം ഒഴിക്കല്ലേ. അതായത് ഇവര് പറയുന്നുണ്ട് ഇല്ലല്ല വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഇത് പാടാണ്. ഈ കുട്ടിയെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കരിച്ച കളിയാണ് അന്നത്തെ കാലത്ത് അല്ലേ. ആൻഡ് അത് സക്സസ്ഫുള്ളി അന്ന് ഷൂട്ട് ചെയ്ത് തീർക്ക്. അപ്പൊ ഇത്തരം ഗ്ലിംസസ് ഒക്കെ ഞാനൊരു സംവിധായകനാവുന്നതിൽ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതിലും. നിങ്ങക്ക് അങ്ങനത്തെ ഒരു ആർട്ടിന് ഇത് കിട്ടിയിട്ടുണ്ടോ? അത് വരാകിരൊന്നും ഇല്ല, എന്നാലും ഐഡിയ വരും. ഫോട്ടോ ഒക്കെ എടുക്കും. ആ, രതി നിർവേദം എന്ന് പറയുന്ന പടം എടുക്കുമ്പം അത് വേറൊരു കൗമാരത്തിന്റെ കൗമാര ചാബല്യങ്ങളുടെ, അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൗമാരത്തിലുണ്ടാകുന്ന എല്ലാ ഫ്രസ്ട്രേഷൻസും അതിൻ്റെ ഒരു വലിയ മെസ്സേജുള്ള സിനിമ അത്. അതെ. അപ്പോൾ ഭരതേട്ടനെ ഒരുപാട് പേര് അന്ന് പറഞ്ഞിരുന്നു, ഭരതേട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ സെക്സിൻ്റെയും വയലൻസിൻ്റെയും അതിഭാവത്തുള്ള സിനിമകളെന്നാണ്. പക്ഷേ അതിനകത്തൊക്കെ വലിയ മെസ്സേജുകളായിരുന്നു. 38 മലയാള സിനിമകളാണ്. ഈ 38 സിനിമകളും 38 സബ്ജക്റ്റാണ്. അതെ. ചിന്തിക്കാൻ പറ്റാത്ത ഇതിന്റെ ഒരു അതിഭാവുകത്വം ഉണ്ടെന്ന് പറഞ്ഞ ആരോപണങ്ങൾ നിൽക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ സമയത്താണ് ഈ മിന്നാമിനിയുടെ നുറുങ്ങുവട്ടം, മർമ്മരം 2 സിനിമകൾ അധ്യാപകരുടെ കഥകളാണ്. നേരെ അങ്ങ് തിരിഞ്ഞു. അതുപോലെ അമരം, വെങ്കലം, നേരത്തെ നമ്മൾ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ ഈ 38 സിനിമകൾക്കും 33 ചലച്ചിത്ര ഗ്രന്ഥങ്ങളാണ്. ഈ മാളൂട്ടിയുടെ പേരെഴുതി കാണിക്കുമ്പോൾ കുറെ ചിത്രങ്ങളുള്ളത് അച്ഛൻ തന്നെ വരച്ചാണോ? അത് ഞാനും ശ്രീകുട്ടിയും കൂടെ വരച്ചാണ്. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ 2 ഡ്രോയിങ്സ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് നല്ല അത് ശ്രീ വെറുതെ വട്ടമൊക്കെ വരച്ചിരിക്കുന്നൊക്കെ അത് ഞാൻ അത് കാരണം ഈ ആ സിനിമയിൽ ഈ പട്ടിയും കുട്ടിയും കൂടെ ഒരു തിണ്ണയിലെ പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു മാളൂട്ടിയുടെ. ആ ചിത്രം ഇവര് ടൂറ് പോകുന്ന സ്ഥലത്ത് ഒരു സായിപ്പ് വരയ്ക്കുന്നതാണ്. ഈ കുട്ടീനെ ഇരുത്തിയിട്ട് അതും പിന്നെ ഇവളൊരു ഡാൻസ് കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ഒരു മോഹിനിയാട്ടം കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത്. ആ ചിത്രങ്ങളൊക്കെ അച്ഛൻ വരച്ചതാണോ? ആയിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ ടൈറ്റിൽ കാർഡിലുള്ള എല്ലാം നിങ്ങൾ ടൈറ്റിൽ കാർഡിലുള്ള അത് 2 വ്യത്യാസക്കാട്, 2 പ്രായമുള്ള ആൾക്കാര്. അതുപോലെ കാറ്റത്തെ കിളിക്കൂടിന്റെ ടൈറ്റിൽസ് വളരെ ബ്യൂട്ടിഫുൾ അല്ലേ? അത് ഭരതേട്ടൻ തന്നെ ചെയ്തായിരിക്കും. കാറ്റത്തെ കിളിക്കൂടിന്റെ ടൈറ്റിൽ നമ്മളെ കൊതിപ്പിച്ച് കളയും. ഒരു കിളികളും ഈ പറഞ്ഞ മിന്നാമിനിങ്ങിന്റെ ഈ പാട്ടുകളിലെ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ മ്യൂസിക്കിനപ്പുറം കൃത്യമായിട്ട് പറയുമായിരുന്നു റീ റെക്കോർഡിങ്ങോ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുമ്പോൾ? റീ റെക്കോർഡിങ്ങിൽ അധികം ഇങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്നതിൻ്റെ മൂഡ് ശരിയാണെങ്കിൽ അത് പറയും. പക്ഷേ പാട്ടിൽ കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. അത് നമ്മളുടെ ഞാനിപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന നേരത്തെ ഒരു 2-3 പ്രാവശ്യം പാടിയിട്ടുണ്ടെങ്കിൽ ഭരതേട്ടൻ ഒരു 10 പ്രാവശ്യം പാടിയിട്ടുണ്ടാവും. ഭരതേട്ടൻ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും ഇതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും മൂളും. എപ്പോഴും ആ ട്യൂൺ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വിഷ്വൽ കിട്ടാനും കൂടിയിട്ടായിരിക്കാം. അപ്പം പിന്നെ തൻ്റെ പടത്തിന് വേണ്ടുന്ന പാട്ടിന് ഒരു കൺഫ്യൂഷനില്ല. എന്ത് വേണം എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഏത് രാഗത്തിൽ വേണമെന്ന് രാഗത്തിൻ്റെ പേരറിയില്ലെങ്കിലും ആ രാഗത്തിൻ്റെ ഒരു ഛായയൊക്കെ അദ്ദേഹം പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹിന്ദോളാണെങ്കിലും ഹിന്ദോള രാഗപ്രിയാണ് എല്ലാം. ഇപ്പോൾ ശുദ്ധധന്യാസി ജോൺസൺ ആദ്യത്തെ പടത്തിലെ ആദ്യത്തെ പാട്ട് ഇദ്ദേഹം പറഞ്ഞു ശുദ്ധധന്യാസി. അപ്പോൾ ജോൺസൺ അന്നും പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ശ്രീരാഗം, മോഹനം, ശുദ്ധധന്യാസി, ഹിന്ദോളം ഇതുണ്ടോ?
നിനക്ക് അവിടെ പോയി എന്തു രക്ഷപ്പെടാം എന്നുള്ള എത്ര ഒരു പാട്ട് വേണമെങ്കിലും secret. ഇടാം. അതെ, അതെ, അല്ല ജോൺസനാണ് ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ തമാശക്ക് പറഞ്ഞാലും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പ്രണാമത്തിലൊരു താളം മറന്ന താളം മറന്ന താരാട്ടുണ്ട്. ഒരു അതുണ്ട്. അത് അന്നത്തെ ഈ പറഞ്ഞ ആ സിനിമയുടെ കഥയുമായിട്ട് ഭയങ്കര ബന്ധമുള്ള. അതെ അതെ, അത് താളം മറന്ന താരാട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു താള വ്യത്യാസത്തില് അതൊരു BGM ചിലമ്പില് ശോഭന മുകളിലത്തെ അറയിൽ ജനലയെക്കൂടെ പ്രണയത്തിന്റെ ഒരു സമയം റഹ്മാന് വേണ്ടി കാത്തു കേൾക്കുന്ന സമയത്ത് ഒരു സീനുണ്ട്. അപ്പൊ അതിലൊരു BGM ഞാൻ ഷേണായിൽ വെറുതെ വായിപ്പിച്ചതാ. ഞാൻ അവിടുത്തെ മ്യൂസിക്കിന് ടാ 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 ഇത് ഞാനിങ്ങനെ അപ്പൊ ഷേണായിൽ വായിക്കുന്ന ഭരതേട്ടൻ എന്താണ് അതങ്ങോട്ട് അപ്പൊ എനിക്ക് എത്രമാത്രം ആസ്വദിക്കാൻ അതുണ്ടെന്ന് അറിയില്ല. പക്ഷെ പിന്നീട് ഭരതേട്ടൻ ഈ പ്രണാമത്തിന്റെ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ ചിലമ്പിലത്തെ മ്യൂസിക് ഇല്ലേ അത് വെച്ചിട്ട് നമുക്കൊരു പാട്ടുണ്ടാക്കാം. അതൊരു തീം പോലെ യൂസ് Theme പോലെ use ചെയ്ത്, അതാണ്. അതിന്റെ ലിറിസിസ്റ്റ് അദ്ദേഹം തന്നെയല്ലേ? അതെ 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 അതെ, അതാണ് പിന്നീട് താളം മറന്ന താളം മറന്ന താരാട്ടു കേട്ടൻ തേങ്ങും മനസ്സിനൊരാന്തോളനം. അതിന്റെ വിഷ്വൽസും അതെ. ഈ സ്ട്രൈപ്പ് എങ്ങനെ ഇട്ടിട്ട് തുണികളുടെ സ്ട്രൈപ്സ്, വെളുത്ത തുണിയുടെ സ്ട്രൈപ്സ് അതുപോലെ തന്നെ അശോകനോട് പറഞ്ഞു അതിനിടയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നതാണ്. അതിങ്ങനെ ഓരോരുത്തർ പോകും. ഒരാൾ ഇവിടുന്ന് വന്ന് പോകും, അപ്പൊ ഒരാൾ അടുത്ത ആള് അപ്പുറത്ത് വരും. ആ ഗ്യാപ്പിൽ എന്തൊരു ബ്യൂട്ടിയാണ്. പറയുമ്പോ അതുപോലെ അശോകനോട് പറഞ്ഞു അത് വിഷ്വലൈസ് ചെയ്യുമ്പോഴേ ആ. അശോകൻ ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു സീനുണ്ട്, നിലത്ത് ഇങ്ങനെ കിടക്കുന്ന സീൻ. ലാസ്റ്റ് എൻഡിങ്. അപ്പൊ പറഞ്ഞ നീ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശു എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ നീ കിടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടത്തി ആ താരാട്ട് പാടുന്നതിന്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ അമ്മ മിസ് ചെയ്യണത് അമ്മയാണ്. അമ്മയാണ് ആ ക്യാരക്ടർ. എന്ത് മനസ്സിൽ കിടക്കുന്ന ഐഡിയാസ് ഒക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭരതേട്ടന് കൊണ്ടുവന്ന ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള അഭിനേതാക്കൾ. അതില് പാഥേയം എന്ന ചിത്രത്തിലൂടെ ഭരതേട്ടൻ കണ്ടെത്തിയ ഒരു പ്രിയപ്പെട്ട നായിക അഭിനേത്രി ചിപ്പി ഇപ്പോൾ ഭരതേട്ടനെ ഓർക്കുന്നു. പാഥേയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂ കമ്മറിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു പാഥേയം. കാരണം അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഭരതൻ അങ്കിളാണ് അതിൻ്റെ ഡയറക്ടർ. ഭരത് ഗോപി അങ്കിളും ഭാവചിത്ര ജയകുമാർ അങ്കിളും കൂടെ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ലോഹിത സാറിൻ്റെ ആണ് രചന. മമ്മൂക്ക അഭിനയിക്കണു. പിന്നെ മധു അമ്പാട്ട് ക്യാമറ. അങ്കിൾ എൻ്റെ ഫോട്ടോസേ കണ്ടിരുന്നുള്ളൂ അന്ന് പാഥേയത്തിന് വന്നപ്പോൾ. എൻ്റെ ഫോട്ടോസ് കണ്ടു. എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ അങ്കിളുടെ വീട്ടിൽ പോയി. അപ്പോൾ അന്ന് അവിടെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പടത്തിൻ്റെ ഡേറ്റാണ് പറഞ്ഞത്. നമ്മൾ കൊടൈക്കനാലിൽ ഷൂട്ടിംഗ് ആണ്, അപ്പോൾ ഇന്ന ദിവസമാണ് അവർ കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. 2-3 ദിവസം ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് കാണും, എല്ലാവരുമായിട്ട് പരിചയമായി. അപ്പോൾ ഒരു ദിവസം മേക്കപ്പ് മാൻ മണിച്ചേട്ടനോട് പറഞ്ഞു അവളെ റെഡിയാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മണിച്ചേട്ടൻ എനിക്ക് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നല്ല പോണിറ്റെയിലൊക്കെ കെട്ടി, കാരണം ആ ഒരു ഏജും ആണല്ലോ, അങ്ങനെ കെട്ടി ഒക്കെ വന്നു. അപ്പോൾ ഷോട്ട് എടുക്കാൻ പോകും. അപ്പോൾ എല്ലാവരും വന്നിട്ട് എടുക്കാൻ പോവാണ്, തുടങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നു. അപ്പോൾ അങ്കിൾ അവിടെ ചേറിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് മണി എന്ന് വിളിച്ചു. അപ്പോൾ മണിച്ചേട്ടൻ ഓടി വന്നു. നീ എന്താ അവളുടെ മുഖത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്, എല്ലാം തുടക്കിയെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ ഫുൾ ക്രീം ഇട്ട് കംപ്ലീറ്റ് മേക്കപ്പ് മാറ്റി അവളുടെ മുടി അഴിച്ചിട്ട്, അവൾ എപ്പോഴും ഇടുന്ന പോലെ അഴിച്ചിട്ടേ എന്ന് പറഞ്ഞു. അഴിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി. അവിടെ നിന്ന് ചെന്നു, നടന്നു വന്നു. അപ്പോൾ എല്ലാവരും നോക്കി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും കൂടെ. അപ്പോൾ അത് റിഹേഴ്സലായിരുന്നു, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത്. അപ്പോൾ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നേന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഷോട്ടായിരുന്നു എന്ന്. കാരണം ആ സിനിമയിൽ എനിക്കൊന്ന് ആ ഒരു ഷോട്ടിൽ വേണ്ടത് ആ ഒരു പരിഭ്രമമായിട്ട് നടന്നു വരുന്നതായിരുന്നു. കാരണം ഇത്രയും വലിയൊരു എഴുത്തുകാരൻ കാണാൻ വരുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നടന്നു വരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും പറഞ്ഞു തന്നില്ല വെറുതെ. കാരണം എൻ്റെ ഒരു ടെൻഷനും എല്ലാം അങ്കിളിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അത്ര സ്മൂത്തായിട്ടാണ് ആ സിനിമ ചെയ്തത്. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ കഥാപാത്രത്തിനെ കുറിച്ചും ഞാൻ അഭിനയിച്ചതിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പാഥേയം, അതുപോലെ അന്നെടുത്താൽ ചമയം എന്ന് പറയുന്ന സിനിമ. ആദ്യം മുതലുള്ള എല്ലാ സിനിമകളും ഗംഭീരല്ലേ. പ്രയാണം, ഞാൻ പറയാം. ഗുരുവായൂർ കേശവൻ ഒരു സിനിമ. ആന, മൃഗം. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു വലിയൊരു ആനയാണ് ഈ നായരമ്പലം ശിവജി. ആ ആനയെ മെരുക്കി ആ രൂപത്തിലാക്കി അതിലെ പാട്ടുകളും അതിൻ്റെ വിഷ്വൽസും
ഞാൻ ഈ പാട്ടിനെ പറ്റി പറഞ്ഞ സാഹചര്യത്തിൽ ഈ ഇടയ്ക്കൊരു ഞാൻ നെറ്റ് നോക്കിയപ്പം നമ്മൾ ആക്ഷൻ ഹീറോ ആയിട്ടാണ് സ്ഥിരം കണ്ടിട്ടുള്ളതെങ്കിലും അല്ലെങ്കിൽ വില്ലനായി ആക്ഷനായി ഫൈറ്റാണ് പ്രധാന പരിപാടിയെങ്കിലും ബാബു ചേട്ടൻ ഒരു ഗംഭീര പാട്ടുകാരനാണ്. പാടാൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊന്നും ആക്കി പാടുന്ന ആളല്ല, നേരെ പാടുവോ? നേരെ പാടുന്ന ഒരാളാണ്, എന്നാ പാടിയ നന്നായിട്ട് പാടുന്ന ആളാണ്. അപ്പോ അച്ഛാ എപ്പടി ശ്രുതിയും താളവും ഒന്നും നമുക്ക് അറിയില്ല. എന്റെ ബാബു, ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞാൻ പാടുന്ന ഒഴികെ ബാക്കി പാടുന്ന എല്ലാവരിലും അതിന്റെ ഉള്ളിൽ കാണുന്ന പ്രത്യേകതകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. ധൈര്യമായിട്ട് പാടിക്കും. പിന്നെ മാത്രല്ല താളം മറന്നുള്ള പാട്ട് ചെയ്ത ആളല്ലേ, അപ്പൊ പിന്നെ ഇവിടെ താളം മറന്നാലും ഒരു പ്രശ്നമില്ല. അതെ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, ൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, നത്തേക്കാവിൽ നിന്നും തേവര് താഴെഴുന്നള്ളുന്നേ, ഓലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ, മൂളി പോരുന്നുണ്ടേ, പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, ൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. അടിപൊളി. ഇതൊക്കെ ഒരു സ്പിരിറ്റാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയാ, വൺസ് മോർ എന്ന് പറയാൻ. ചുരം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെത്തി നിൽക്കുമ്പോൾ പോലും അതിൽ എത്രയോ ക്യാരക്ടേഴ്സ്, ചായക്കടയിലാണെങ്കിലും അതിലും ഈ പറഞ്ഞ ആനിമൽസിന്റെ സാധനം ഉണ്ട്. ഒരു ആനക്കുട്ടി ആനേനെ റെസ്ക്യൂ ചെയ്യുന്ന സീൻ അതിനകത്തുണ്ട്. അതായത് ഒരു മിക്ക സിനിമകളിലും അങ്ങനെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ, പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറെ എലമെന്റ്സ് സിനിമയിൽ എങ്ങനെയൊക്കെയോ. അല്ല, ഭരതേട്ടന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിന് മണ്ണിന്റെ ഒരു സുഗന്ധം ഉണ്ടാവും, പെണ്ണിന്റെ ചൂരുണ്ടാവും, എവിടെയും ഏത് ഫ്രെയിമിലും പ്രകൃതിയുടെ ഒരു കീറ്, ഒരു ചീന്ത അവിടെ ഉണ്ടാവും. അതാണ് ഭരതേട്ടന്റെ പ്രത്യേകത. ഓർമ്മയിലെന്നും ഭരതൻ 38 മലയാള ചിത്രങ്ങൾ, 5ഓളം തമിഴ് ചിത്രങ്ങൾ, അങ്ങനെ 50 വയസ്സിനുള്ളിൽ ഒരുപാട് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കുന്നു. അതെല്ലാം കാലത്തെ അതിജീവിച്ച് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മഹാപ്രതിഭയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഓർമ്മയിലെന്നിന്റെ കഴിഞ്ഞ ലക്കങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിലുള്ള സാന്നിധ്യങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായിരുന്നു. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന സംഗീത സംവിധായകരിലൊരാളായ ഔസേപ്പച്ചൻ സാർ, അദ്ദേഹത്തിന്റെ തുടക്കം വന്ന യാത്രകൾ, സിനിമകൾ, കഥകളെല്ലാം നമ്മളോട് പങ്കുവച്ചു. ഭരതൻ സാറ് തന്നെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ബാബു ആന്റണി ചേട്ടൻ, അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും വൈശാലി പോലുള്ള ക്ലാസിക് സിനിമകളെക്കുറിച്ചും സംസാരിക്കുന്നു. ജയരാജേട്ടൻ വലിയ സൗഹൃദം, അദ്ദേഹത്തോടുള്ള വലിയ സ്വാതന്ത്ര്യം, അദ്ദേഹം തന്നെ പറയുന്ന പോലെ ആരാധകൻ, അത് നമ്മളെല്ലാവരുമാണ് ആരാധകൻ. അങ്ങനെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ജയരാജേട്ടൻ, എം ഡി രാജേന്ദ്രൻ സാർ വന്നുപോയി. ഒരുപാട് പാട്ടുകളെക്കുറിച്ചും വരികളെക്കുറിച്ചുമെല്ലാം സൗഹൃദങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പങ്കുവച്ചു. ഈ ഒരു കലാകാരൻ്റെ നഷ്ടം അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ നഷ്ടമൊക്കെ പലപ്പോഴും പകരം വെക്കാനില്ലാത്ത നഷ്ടം എന്ന് നമ്മൾ പറയും. പക്ഷേ അതിന് പകരം വെക്കുകയല്ലെങ്കിലും കാലം അതിന് പുതിയതുകൾ വെക്കും. സിനിമ തുടർന്നുകൊണ്ടേയിരിക്കും, കല തുടർന്നുകൊണ്ടേയിരിക്കും, പാട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് പകരം വെക്കാനുള്ള ആളുകൾക്ക് പകരക്കാരില്ലാതെ പുതിയ ആളുകൾ വന്ന് അത് മുന്നിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അപ്പോൾ കലാകാരൻ എന്ന നിലയിലോ അഭിനേതാവ് എന്ന നിലയിലോ ഒക്കെ നമുക്ക് ഉള്ള നഷ്ടങ്ങളെക്കാളൊക്കെ ഒരു പക്ഷേ സിദ്ധാർത്ഥൻ നമ്മളോടൊപ്പം ഉള്ളപ്പം അതൊരു പകരം വെക്കാനാകാത്ത നഷ്ടം തന്നെയാണ്. സിദ്ധുവിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, സിദ്ധു ലളിത ചേച്ചിയുടെ എപ്പിസോഡിലും ഭരതൻ സാറിൻ്റെ എപ്പിസോഡിലും നമുക്കറിയാത്ത അവരുടെ വീട്ടുകാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം കൂടി അഭിനേതാവായിട്ടും സംവിധായകനായിട്ടും എല്ലാം തിളങ്ങുന്ന സിദ്ധുവിനും രണ്ടാമത്തെ സാന്നിധ്യത്തിന് നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ ലക്കം അവസാനിക്കുന്നതിന് മുമ്പ് ആൽബം സൈനിങ്.
ഓർമ്മയിലെന്നും ഭരതൻ എന്ന ലക്കം അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ ഭരതന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സാർ അമൃത ടിവിയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ഉപഹാരം. ചലച്ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം സംവിധാനമാണ് ഏറ്റവും പ്രധാനം. സംവിധായകനാണ് ഒരു ചലച്ചിത്രത്തിന്റെ തേരാളി. അതിന് കീഴെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അതിൽ ചിത്ര സംയോജനമുണ്ട്, സംഗീത സംവിധാനമുണ്ട്, ഗാനരചനയുണ്ട്, കലാസംവിധാനമുണ്ട്, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിലെല്ലാം മുദ്ര ചാർത്തിയ പ്രതിഭാധനനായ ഒരു ചലച്ചിത്ര സംവിധായകൻ, അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതയാത്രയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു സംവിധായകൻ ഭരതൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയായിരുന്നു ഓർമ്മയിലെന്നും കഴിഞ്ഞ ലക്കങ്ങളിലെല്ലാം മുന്നിലേക്ക് പോയത്. ഓർമ്മയിലെന്നും ഭരതൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.